സുരേഷ് ഗോപിക്കെതിരെ തുറന്നടിച്ച് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ സി.കെ. പത്മനാഭൻ നടത്തിയ പ്രസ്താവന അതിരുവിട്ടതെന്ന വിലയിരുത്തലിൽ സംസ്ഥാന നേതൃത്വം. സുരേഷ് ഗോപി ബി.ജെ.പി. നേതാവോ പ്രവർത്തകനോ ആണെന്ന് പറയാൻ സാധിക്കില്ലെന്നും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണ് അദ്ദേഹമെന്നും പത്മനാഭൻ പറഞ്ഞിരുന്നു. തീർത്തും കടന്നാക്രമണമാണ് സുരേഷ് ഗോപിക്കും ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടിക്കുമെതിരെ നടത്തിയത്. ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചു നടക്കുന്ന ആളുകളാണ് ബി.ജെ.പി. പ്രവർത്തകർ. സുരേഷ് ഗോപിയാകട്ടെ ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് അംഗീകരിക്കാനാകില്ലെന്നും പത്മനാഭൻ പറഞ്ഞിരുന്നു. പ്രാദേശിക ചാനലിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തൽക്കാലം ഇതിനോട് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം പ്രതികരിക്കുന്നില്ല. വിവാദം ഒഴിവാക്കാൻ സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയെന്നാണ് സൂചന. സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധിയെ ഭാരത് മാതാവ് എന്ന് വിളിച്ചതിൽ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അദ്ദേഹത്തിന് അത്രയും ചരിത്രബോധമേ ഉള്ളൂ. അദ്ദേഹം സിനിമാ രംഗത്ത് നിന്ന് വന്നയാളാണല്ലോ. അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചപ്പോൾ നിരവധി പേർ എന്നെ വിളിച്ചിരുന്നു. ഇതൊക്കെ അംഗീകരിക്കാനാകുമോ എന്ന് ചോദിച്ചു. പത്മനാഭൻ പറഞ്ഞു. ബി.ജെ.പിയിലേക്ക് ആളുകൾ വരുന്നത് അടിസ്ഥാനപരമായ ആദർശത്തിന്റെ പ്രേരണ കൊണ്ടല്ലെന്നും അധികാരം മോഹിച്ചാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എ.പി. അബ്ദുള്ളക്കുട്ടിയെപ്പോലുള്ള ആളുകൾക്ക് ബി.ജെ.പിയിലേക്ക് വന്നതിന്റെ ഗുണം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ പാർട്ടിക്കല്ല. അധികാര രാഷ്ട്രീയത്തോടുള്ള അഭിനിവേശം കൊണ്ടാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത്. ബി.ജെ.പിയിലേക്ക് ഇത്തരത്തിൽ വരുന്ന ആളുകൾക്ക് ബി.ജെ.പിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ സന്നിവേശിപ്പിച്ചുകൊണ്ട് പദവി നൽകി കൊണ്ടുവരണം. അതല്ലാതെ ഇത്തരക്കാരെ സ്വീകരിക്കുന്നത് തെറ്റായ സന്ദേശമാണ് പാർട്ടി നൽകുന്നത്. പാർട്ടിയെ വളർത്തിയെടുക്കാൻ കഷ്ടപ്പെട്ട് ആയിരക്കണക്കിന് സാധാരണ പ്രവർത്തകർ ഉണ്ട്. എപ്പോഴും വെള്ളം കോരാനും വിറക് വെട്ടാനും വിധിക്കപ്പെട്ടവരാണെന്ന തോന്നൽ അവർക്ക് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പാർട്ടിയുടെ വേരിനെ ബാധിക്കും. ഇപ്പോൾ തന്നെ പലർക്കും ചാഞ്ചല്യമുണ്ട്. മോദി വീണ്ടും അധികാരത്തിൽ വന്നതിനാലാണ് നിൽക്കുന്നത്. അധികാരം നഷ്ടപ്പെടുമ്പോൾ പാർട്ടി ക്ഷയിക്കുമ്പോൾ പദവി മോഹിച്ച് വന്നവരൊക്കെ പാർട്ടി വിട്ടേക്കും, പത്മനാഭൻ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ പത്മനാഭൻ വിവാദമായ തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നു. കേരളത്തിലെ ബി.ജെ.പിയിലേക്ക് പുതിയ രാഷ്ട്രീയക്കാർ കടന്നു വരുമ്പോൾ പഴയ നേതാക്കളെ അവഗണിക്കുന്നു എന്ന വികാരം ശക്തമാണ്. ഈ ഒരു അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടാണ് കാസർഗോഡ് പത്മജയുടെ പരിപാടിയിൽ നിന്ന് സി.കെ. പത്മനാഭൻ ഇറങ്ങിപ്പോയത്. സി.കെ. പത്മനാഭന്റെ പ്രതിഷേധം പാർട്ടിയിൽ ഒറ്റപ്പെട്ടതല്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. അതേസമയം അദ്ദേഹം തുറന്നു പറഞ്ഞും രംഗത്തെത്തി. ഉത്തരേന്ത്യയെപ്പോലെ കേരള രാഷ്ട്രീയത്തിൽ ഊരുമൂപ്പന്മാരില്ലെന്നും മറ്റു പാർട്ടികളിൽ നിന്ന് ഒരു നേതാവ് ബി.ജെ.പിയിലേക്ക് വന്നാൽ വീട്ടുകാർ എന്നല്ല, അവരുടെ നിഴൽ പോലും കൂടെ വരുന്നില്ലെന്ന യാഥാർത്ഥ്യം ദേശീയ നേതൃത്വം തിരിച്ചറിയണമെന്നും ബി.ജെ.പി. ദേശീയ കൗൺസിൽ അംഗവും കൂടിയായ സി.കെ. പത്മനാഭൻ പറഞ്ഞു. കേരളത്തിൽ പാർട്ടി മാറി വരുന്നവരിൽ ചിലർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ അസാധ്യ കഴിവുണ്ട്. അവർ മറ്റു പാർട്ടികളിൽ ഇരുന്ന് എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം ഇവിടെ നിന്ന് ഇനി ഒന്നും ലഭിക്കാനില്ലെന്ന് തിരിച്ചറിഞ്ഞ് വരുന്നവരാണ്. ജനസംഘത്തിന്റെ കാലം മുതൽ ഈ ആശയത്തിനു വേണ്ടി പ്രവർത്തിച്ചവരുടെ തലയ്ക്ക് മുകളിലൂടെ ഇത്തരക്കാരെ പ്രതിഷ്ഠിക്കുന്നത് ഗുണകരമല്ലെന്നും സി.കെ.പി. പറഞ്ഞിരുന്നു. കാസർഗോഡ് സംഭവത്തിലും വിശദീകരണം നൽകിയിരുന്നു. പരിപാടിയിൽ ഉദ്ഘാടകനായിട്ടാണ് തന്നെ വിളിച്ചത്. പിന്നീട് പത്മജയാണ് ഉദ്ഘാടനം എന്നറിഞ്ഞു. പത്മജ എത്തുന്നതിന് മുൻപ് തന്നെ ഒരുപാട് സമയം പ്രസംഗിച്ചപ്പോൾ ഞാൻ നന്നായി വിയർത്തു. അതിനാലാണ് ഇരുന്നത്. വേഗം മടങ്ങുകയും ചെയ്തു. പത്മനാഭൻ അന്നു പറഞ്ഞതാണ്.